നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ രാജ്, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ, MTMM മിഷൻ ഹോസ്പിറ്റൽ, ഭരണിക്കാവ്. 2025 വർഷം തുടങ്ങിയപ്പോൾ തന്നെ വളരെ ഭീതിയോടുകൂടി ആൾക്കാർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അല്ലെങ്കിൽ HMPV വൈറസിനെ കുറിച്ചാണ് ഇന്നത്തെ സംസാര വിഷയം. കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന കോമൺ കോൾഡ്, സാധാരണക്കാർ പറയുന്ന കോമൺ കോൾഡ്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് അല്ലെങ്കിൽ ഫ്ലൂ ലൈക്ക് ഇൽനസ്, ഈ അസുഖങ്ങൾ വരുത്തുന്ന ഗ്രൂപ്പ് ഓഫ് കുറേ വൈറസുകളുണ്ട്. അതിനകത്ത് വരുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. അതിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള വൈറസുകൾ റിയോ വൈറസ്, റൈനോ വൈറസ്, അഡിനോ വൈറസ്, RSV റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, ഇങ്ങനെ പലതരം വൈറസുകളുണ്ട്. അതിനകത്ത് അതേപോലെ തന്നെ അസുഖം ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് 2001 മുതൽ വേൾഡ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ്. ന്യൂമോവിരുടെ ഫാമിലിയിൽ വരുന്ന ഒരു വൈറസ് ഗ്രൂപ്പാണ് ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. അത് ഈ സമയം കൊണ്ട് നമ്മളെല്ലാവരും അതിനെ ഒരു പ്രാവശ്യയിലും എക്സ്പീരിയൻസ് ചെയ്ത് അതിനുള്ള ഇമ്മ്യൂണിറ്റി, അതിനുള്ള പ്രതിരോധ ശക്തി നമുക്ക് വന്നു കഴിഞ്ഞിരുന്നിരിക്കണം. ഈ അസുഖത്തിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമൺ കോൾഡ് പോലെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. കോമൺ കോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളിലുണ്ടാവുന്ന മൂക്കൊലിപ്പ്, മൂക്കിടപ്പ്, ചുമ, ജലദോഷം, തലവേദന, ക്ഷീണം എന്നീ ലക്ഷണങ്ങളായിട്ടാണ് കുഞ്ഞുങ്ങളിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സീരിയസ് ആവാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ, എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ട്, അതായത് പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ എടുക്കുന്ന കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ അസുഖം സീരിയസ് ആയിട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. സീരിയസ് ആയി കഴിഞ്ഞാൽ ഒരുതരം ശ്വാസമുട്ടലായിട്ടുള്ള ബ്രോങ്കൈറ്റിസ് വരാം, ന്യൂമോണിയ വരാം, ഇങ്ങനെയുള്ള കണ്ടീഷൻസും വരാം. ഇത് എങ്ങനെ പകരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ റെസ്പിറേറ്ററി സെക്രീഷൻസ്, ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന സെക്രീഷൻസ് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വരുന്ന ഡ്രോപ്ലെറ്റ്സ് വഴി, ഈ ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ സറൗണ്ടിങ്സിൽ കടന്നു കഴിഞ്ഞാൽ നമ്മളത് വൈറസ് അതിനകത്ത് സർവൈവായി നിന്നോളും. നിൽക്കുന്ന കണ്ടീഷൻസിൽ നമ്മൾ കൈ വല്ലതും തൊടുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ ആ കൈ കഴുകാതെ നമ്മുടെ മൂക്കിലേക്കോ വായിലേക്കോ കണ്ണിലേക്കോ വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ഷേക്കിംഗ് വഴി, ഈ കൈ നമ്മൾ വൃത്തിയാക്കാതെ തന്നെ ഹാൻഡ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എങ്ങനെ ഈ ഇൻഫെക്ഷൻ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം? ഇങ്ങനെയുള്ള സിംറ്റംസ്, ഞാൻ മേൽ പറഞ്ഞ രീതിയിലുള്ള സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് നിങ്ങൾ ഉറപ്പായിട്ടും തേടുക. നമുക്ക് റെസ്പിറേറ്ററി സെക്രീഷൻസ് അഡ്വാൻസ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ബാക്കിയുള്ളവർക്ക് പകരാതെ ഇരിക്കാനുള്ള രീതിയിൽ വീട്ടിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്ത് വീട്ടിലിരിക്കുക, റെസ്റ്റ് എടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതികൾ. എന്ത് സീരിയസ് ആണ് ഈ കണ്ടീഷൻ എന്ന് മാതാപിതാക്കന്മാർ പൊതുവെ ചോദിക്കുന്ന ഒരു സംശയമാണ്. ലോക ഡേറ്റ, ലാൻസെറ്റിൻ്റെ ലോക ഡേറ്റ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മരണ നിരക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് <1%, 1% താഴെ മരണനിരക്ക് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ വരുന്നുള്ളൂ. അതായത് അത്രയും വളരെ സീരിയസ് ആവാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അത്ര സീരിയസ് അല്ലാത്തൊരു കണ്ടീഷനാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് കുട്ടികളിൽ. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിൽ നിൽക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഗുഡ് പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഗുഡ് റെസ്പിറേറ്ററി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള സന്ദേശം.